മെസ്സിയുടെ വരവിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് കേരളത്തിൽ എല്ലാവരുടെയും. കോട്ടയത്തിനും ഒട്ടും കുറവില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും മെസ്സി വരവ്, അതായത് വരുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നി പറഞ്ഞിങ്ങനെ പോയതാണ്. അതിൻ്റെ ഉള്ളിൽ അവസാനം ഇതാ മെസ്സി വരുന്നു എന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അവർ പ്രഖ്യാപിക്കുന്നു കേരളത്തിലേക്ക് നവംബറിൽ എത്തുമെന്ന് അവർ തന്നെ പറയുകയാണ്. അപ്പോൾ ആരാധകരെല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചോദിച്ചു തുടങ്ങാം. മെസ്സിയുടെ വരവ് എങ്ങനെയുണ്ട്? മെസ്സി വരുന്നതിൽ സന്തോഷമുണ്ടോ? പിന്നെ സന്തോഷമുണ്ട്. എന്താണ് ഒരു പ്രതീക്ഷ മെസ്സി വരും? പ്രതീക്ഷ ഒരു ആവേശമായിരിക്കും ഫുട്ബോൾ പ്രേമികളൊക്കെ എല്ലാം. കാണാൻ പോകുന്നുണ്ടോ? മാക്സിമം ട്രൈ ചെയ്യും. കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണാൻ കിട്ടുന്ന അവസരം ഒബിയസ്ലി ആ സമയത്ത് എല്ലാ സാഹചര്യം ഒത്തുവന്ന് ഉറപ്പായിട്ട് കാണാൻ പോകും. പിന്നെ അല്ല എന്താണ് ഒരു മെസ്സി വരും വരില്ല എന്നുള്ള അങ്ങനെ കുറെ പറഞ്ഞു പോകുന്നു. അവസാനം ഇപ്പോൾ എത്തുന്നു അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. വളരെ നല്ല ഒരു ന്യൂസ്. നമുക്കൊക്കെ ഇപ്പോൾ ഒരു മെസ്സിയെ ഒരു കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വല്ല യൂറോപ്യൻ ലീഗോ ഇതിലൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ എല്ലാവരുടെയും. നമ്മൾ ലാസ്റ്റ് മെസ്സിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഇവന്റ് വെച്ചാൽ വേൾഡ് കപ്പ് ആണല്ലോ. മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് കൊടുത്തു ലാസ്റ്റ് ടൈം. അതിൽ ആ സമയത്ത് എൻജോയ് ചെയ്ത് നടന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളം നമുക്ക് മറ്റ് സ്ഥലങ്ങളെക്കാളും കൂടുതൽ കേരളം ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ആരാധന നൽകുന്നതാണ്. കാരണം ഒരു ലോകകപ്പൊക്കെ നമ്മൾ ഫുട്ബോളിനെ ഏറ്റെടുക്കുന്ന ഏറ്റെടുത്ത പോലെയായിരുന്നു ഫുട്ബോൾ. നമ്മൾ ആ വേൾഡ് കപ്പ് തന്നെ നമ്മൾ ഏറ്റെടുത്ത പോലെ ആയിരുന്നല്ലോ. അർജന്റീന ജയിച്ചെന്ന് അറിഞ്ഞപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്ന ഉത്സാഹങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഒരു ആവേശം അങ്ങനെ തന്നെ ഉണ്ട് മെസ്സി വരുമ്പോൾ. ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കരുതിയിരുന്ന ഒരു വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. മെസ്സി വരുന്നു. നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്കും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒരു വലിയ കുതിപ്പുണ്ടാവും എന്നുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ഫുട്ബോളിന് തന്നെ മൊത്തത്തിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഫുട്ബോൾ മാത്രമല്ല, ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ കളികളിലും ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും നമ്മുടെ ഗവൺമെന്റിനകത്ത് വളരെയധികം ശ്രദ്ധ കൊടുക്കാനും ഒക്കെ ഒരു കാരണമായിട്ട് മാറും. മെസ്സിയുടെ ആരാധകനാണോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും എല്ലാവരും മെസ്സിയെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാ ഉള്ളത് ഇവിടെ? മെസ്സി വരുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സ്പോർട്സിനാണേലും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രൊമോഷനായിട്ടാണ് അദ്ദേഹം ഇതിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു ആവേശമായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ രാവിലെ അറിഞ്ഞപ്പം വളരെ സന്തോഷം. അതായത് ഒരു പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണോ മെസ്സിയുടെ വരവ്? തീർച്ചയായിട്ടും വളരെ സന്തോഷം. അർജന്റീന ഫാനാണോ? അതെ അതെ. പിന്നെ എന്താ പറയുന്നത്? മെസ്സിയെ കാണാൻ പോകുന്നുണ്ട്? പിന്നെ പോകണം. സെക്കൻഡ് വേൾഡ് കപ്പ് കഴിഞ്ഞാണ് അടുത്ത വർഷം, അതും അർജന്റീനയ്ക്കാണ്. വാമോസ്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് നമുക്ക് നേരിട്ട് കാണാൻ അവസരം കിട്ടും. അതെ തീർച്ചയായിട്ടും. അതിന്റെ ഒരു ആവേശമാണോ? അതെ അതെ. അടുത്ത വർഷം വേൾഡ് കപ്പും ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് കേരളത്തിൽ വരുന്നുണ്ട്. സന്തോഷം. മെസ്സിനെ നമ്മൾ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. എല്ലാവർക്കും കാണാൻ പറ്റുമെന്നുള്ളൊരു ആശങ്ക കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ശ്രമിക്കും. എന്താണ് ഒരു മെസ്സിയുടെ ഒരു വരവ്? എന്താ സന്തോഷമാണോ? സന്തോഷമാണ്. മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള വളരെ ഡൗട്ട്ഫുള്ളായ ഒരു കാര്യമായിരുന്നു. കാരണം കുറേ നാളുകളായി ഇപ്പോൾ ട്രോളുകളാണ് മെയിനായിട്ട് വരുന്നത്. മെസ്സി വരില്ല എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കൺഫേം ആയെങ്കിൽ വളരെ നല്ല കാര്യമാണ് മെസ്സി വരുന്നത്. കാണാൻ പോകുന്നുണ്ട്. എന്താ ഒരു സമയവും സാഹചര്യവും പോലെ സമയം ഒത്തു വന്നാൽ കാണാൻ പോകും. ട്രൈ ചെയ്യും. കാരണം മെസ്സി വരുന്നത് തന്നെ നമുക്ക് പണ്ട് ഇവിടെ ക്രിക്കറ്റിനും ഇതിനുമായിരുന്നു കൂടുതൽ വളക്കൂറുള്ള മണ്ണായിരുന്നു. ഇപ്പോൾ ഈ ISL ഇതെല്ലാം വന്നതോടുകൂടി ഫുട്ബോളിലും നല്ല ഇതായിട്ടുണ്ട്. ഇനിയിപ്പം മെസ്സി വന്നു കഴിയുമ്പോൾ ആൾക്കാർ ധാരാളമായി എത്തും. എല്ലാവരും കൂടുതൽ പിന്നെയും കൂടും. കാരണം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരിതാണ്. പിന്നെ ഇപ്പം ഇന്ത്യയിലേക്കും വരുന്നുണ്ടെന്നാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്കും എത്തുന്നുണ്ടെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയും AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ ചിലപ്പോൾ വരുമായിരിക്കും. അൽ നാസറും ഗോവയുമായിട്ട് വരുമെന്നാണ് പറയുന്നത്. കേരളത്തിലൂടെ എത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു ഇതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് മെസ്സിയുടെ വരവ് അത് കേരളം ആഘോഷിക്കുകയാണ്. കാരണം ഒരുപക്ഷെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഫുട്ബോളിന് വലിയ പ്രാധാന്യം നൽകുന്ന കേരളമാണ്. അതിൻ്റെ ആവേശം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു. ആ സമയത്ത് ഒരുപക്ഷെ കാണാൻ പോയില്ലെങ്കിൽ അത് വലിയ നഷ്ടമാവുണ്ട്. എങ്ങനെയെങ്കിലും കാണാൻ പോകണമെന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെയാണ് ആരാധകരും പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.